ശാന്തമായ ശാന്തസുന്ദരമായ ദ്വാരകയുടെ അന്തരീക്ഷത്തിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കുമ്പോൾ പറയുകയാണ്, എന്തിനാണ് ഞാനിത് പറയണത്, എന്താണ് ജീവിതം എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണമെന്ന്. അല്ലാണ്ട് ജീവിതം നേരെയാക്കാൻ നമുക്ക് പറ്റുമോ? പറ്റില്ല. ലബ്ധ്വാ സുദുർലഭമിതം ബഹുസംഭവാന്തേ മാനുഷ്യമർത്ഥതമനിത്യമപീഹധീര തൂർണം യഥേതനപദേത് അനുമൃത്യുയാവത് നിശ്രേയസായ വിഷയ ഖലു സർവതസ്യാത്. ലബ്ധ്വാ ലഭിച്ചിട്ട്, സുദുർലഭമിതം ബഹുസംഭവാന്തേ മാനുഷ്യം അർത്ഥദം അനിത്യമപി ഇഹ ധീര. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? സുദുർലഭമാണത്രേ, ദുർലഭം കൂടിയല്ല, സുദുർലഭം. ഈ ഭൂതലത്തിൽ എത്ര ജീവരാശികളുണ്ട് ഒന്ന് എണ്ണി നോക്കിയിട്ടുണ്ടോ നിങ്ങളാരെങ്കിലും? കൊതുവിൻ്റെ നമ്പർ എത്രയാ? നുഴമ്പിൻ്റെ നമ്പറോ? ഇത്രയധികം ജീവരാശികളുള്ള ഈ ഭൂമണ്ഡലത്തിൽ മനുഷ്യരുടെ നമ്പർ വളരെ കുറവാണ്. ആ മനുഷ്യത്തലമുറയിൽ വന്ന് ചേരണം എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടും അപൂർവമാണ്. പക്ഷേ നമ്മൾ കണ്ണുമിഴിച്ച് നോക്കുമ്പോൾ നമ്മളൊരു മനുഷ്യനാണ്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് വളരെ വലിയ എളുപ്പത്തിലാണ്. സുദുർലഭം, വളരെ ദുർലഭമായിരിക്കുന്ന മനുഷ്യജന്മം അനവധി ജന്മങ്ങൾക്ക് ശേഷം നമുക്ക് കൈവന്നിട്ടുണ്ട്. ആ മനുഷ്യജന്മത്തിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ആലോചിച്ചോളൂ. അർത്ഥതമപീഹ അനിത്യമപീഹ ധീര. ബാക്കി എല്ലാ ശരീരങ്ങളെപ്പോലെ അതും അനിത്യമാണ്, എപ്പോൾ വേണമെങ്കിൽ മരിച്ചു പോകാം എന്നുള്ളതാണെങ്കിലും അർത്ഥദം, അർത്ഥദം, നമ്മുടെ ജീവിത ലക്ഷ്യം എന്തോ അത് പ്രദാനം ചെയ്യുന്നതാണ്, നേടിയെടുക്കാൻ അനുവദിക്കുന്നതും പ്രേരിപ്പിക്കുന്നതും സഹായിക്കുന്നതുമാണ്. നരിയും പുലിയും ആനയും കരടിയും കണ്ടാമൃഗവും പോലെ നമ്മൾ മരിക്കുമെന്നുള്ളത് തീർച്ചയാണ്. പക്ഷേ ആ മരണത്തിന് മുൻപ് നമ്മൾ ഉദ്ദേശിക്കുന്ന സല്ലക്ഷ്യമെന്തോ ആ ലക്ഷ്യം നേടാൻ സഹായിക്കുന്നതാണ് ഈ മനുഷ്യജന്മം. മറ്റൊരു ജന്മത്തിലും ഈ ലക്ഷ്യസിദ്ധി ഉണ്ടാവില്ല. ലക്ഷ്യം തന്നെ അവർക്കില്ല. ആലോചിക്കാനോ ചിന്തിക്കാനോ ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിക്കാനോ ഉള്ള സാധ്യത അവർക്ക് ആർക്കുമില്ല. അങ്ങനെ ഒരു മനുഷ്യജന്മം ലഭിച്ചിട്ട് എന്തു വേണം? തൂർണം യഥേത, എത്രയും വേഗം പരിശ്രമിക്കണം. നപദേത് അനുമൃത്യുയാവത്, എപ്പോൾ വേണമെങ്കിൽ മരിക്കാം എന്നുള്ളൊരു ശരീരത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് മരണത്തിന് അകപ്പെടാതെ എത്രത്തോളം നമ്മൾ ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കുന്നുവോ ആ അനുഭവങ്ങൾ മുഴുവൻ നചികേതസ് പറഞ്ഞതുപോലെ എന്താ പറഞ്ഞേ? സർവേന്ദ്രിയാണാം ജരയന്തി തേജ. എത്രത്തോളം നാം ഭോഗ്യവസ്തുക്കൾ അനുഭവിക്കുന്നുവോ അത്രത്തോളം ഈ ഇന്ദ്രിയങ്ങളുടെ തേജസ്സിനെ അത് കാർന്ന് തിന്നാണ് ചെയ്യുന്നത്. കണ്ട് 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 കണ്ണിന് കാഴ്ച പോകും. കേട്ട് 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 ചെവിക്ക് കാഴ്ച കുറയും. തിന്ന് 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 നാവിന് രുചി ഉണ്ടാവില്ല. ഇതാണല്ലോ നമുക്ക്. എൻ്റെ യമധർമ്മരാജാവേ, അങ്ങ് ഇതൊക്കെ തരാമെന്ന് പറയുന്നുണ്ടല്ലോ. ആ തന്നത് അനുഭവിച്ചാൽ എനിക്ക് വരാൻ പോകുന്നത് ജരയാണ്. സർവേന്ദ്രിയാണാം ജരയന്തി തേജ, ഇന്ദ്രിയങ്ങളുടെ തേജസ്സിനെ ജരിപ്പിക്കുകയാണ് സുഖഭോഗങ്ങളെല്ലാം തന്നെ. അതുകൊണ്ട് അങ്ങയുടെ കുതിരയും പാട്ടും കൂത്തും കന്യകമാരും രാജ്യവും നൃത്തവും പടയാളിയും ഒക്കെ അങ്ങയുടെ സുരക്ഷിതമായ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ, എനിക്ക് വേണ്ടെന്നാണ് പറഞ്ഞത്. നോക്കൂ, തൂർണം യഥേതനപദേത് അനുമൃത്യുയാവത്, മൃത്യുവിന് വിധേയനാകാതെ എത്രയും വേഗം പരിശ്രമിക്കണം. എന്തിനു വേണ്ടിയിട്ട്? നിശ്രേയസായ. നിശ്രേയസം എന്ന് പറഞ്ഞാൽ മോക്ഷം, ആത്മജ്ഞാനം, ബ്രഹ്മജ്ഞാനം. വിഷയ ഖലു സർവതസ്യാത്. ഇന്ദ്രിയങ്ങളിലൂടെ സുഖഭോഗങ്ങൾ അനുഭവിക്കണമെങ്കിൽ അത് ബാക്കി എല്ലാ ശരീരങ്ങളിലും സാധ്യമാണ്. നിങ്ങൾക്ക് തിന്നാനാണോ ഇഷ്ടം? എന്നാൽ ഒരു ആനയായിട്ട് ജനിച്ചോളൂ, കുറേ തിന്നാം. മനുഷ്യ ശരീരത്തിൽ വയറൊക്കെ വളരെ ചെറുതല്ലേ? ആനയുടെ വയറ് അത് പിണ്ടിടണം കണ്ടാൽ തന്നെ അറിയാം അതിൻ്റെ തീറ്റ എത്രയാണ്.
മനുഷ്യനായിട്ട് പിറന്നിട്ട് തിന്നു കുടിച്ച് ഉറങ്ങി പെരുകി വർദ്ധിപ്പിച്ച് മാത്രം കഴിയാൻ ഉദ്ദേശിക്കരുത്. നിശ്രേയസത്തിന് വേണ്ടി പരിശ്രമിക്കണം എന്ന്. എന്തിനാണ് ഞാനിത് പറഞ്ഞത്? നമ്മുടെ ജീവിതം നന്നാവണമെങ്കിൽ എന്താണ് ഈ ജീവിതം, എന്താണ് ഈ മനുഷ്യജന്മം എന്നാലോചിച്ച് തീരുമാനിച്ചേ പറ്റൂ.